വിഷ്ണു, എനിക്കിഷ്ടപ്പെട്ട പതാകയിലെ നിറം സാഫ്രോൺ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പേർലി മാണി ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുന്ന ഒരു നിലയുണ്ടായി. അതിലെ കമന്റ് ബോക്സ് ഫ്രീ ആണ് എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കമന്റ് രേഖപ്പെടുത്തുന്നവരെ ബ്ലോക്ക് ചെയ്തു എന്നാണ് നമ്മൾ കേട്ടിരുന്ന പല റീൽസുകളിലും കണ്ടത്. അതിനുശേഷം അതിന് വിമർശനമായി വന്നവരെയൊക്കെ തന്നെയും തിരിച്ചും വിമർശിക്കുന്ന പേർലിയുടെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാണ് അതിനെപ്പറ്റി? ഇപ്പം നമ്മൾ ആ വിഷയം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സമരത്തെ പറ്റി, CJP സമരം ഇപ്പോൾ എന്തായാലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു, എന്തായാലും ഇപ്പോൾ സമരം എന്തായാലും സക്സസ് ആയി. പക്ഷെ നമ്മളിവിടെ നോക്കുമ്പോൾ അവരോട് പറയുന്നത്, പേർലി മാണി സമരക്കാരോട് എങ്ങനെയാണ് ആഹ്വാനം ചെയ്തതെന്ന് വെച്ചാൽ, അവരൊരു പോസ്റ്റ് ഇടുമായിരുന്നു, അല്ലെങ്കിൽ അവരിങ്ങനെ പറയുകയായിരുന്നു, നിങ്ങളൊക്കെ വീട്ടിലിരിക്കൂ, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പ്രതിഷേധിക്കൂ, ജീവൻ ഭയമുണ്ടെങ്കിൽ പേടിയുണ്ടെങ്കിൽ അങ്ങോട്ട് പോകരുത്, വീട്ടിലിരുന്ന് പ്രതിഷേധിക്കൂ എന്നുള്ള കുറേ കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എത്രത്തോളം അപകടകരമായ അരാഷ്ട്രീയതയാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നതെന്നാണ്. ഇപ്പോൾ വീട്ടിലിരുന്ന് പ്രതിഷേധിക്കാൻ, നമ്മൾ എല്ലാം വീട്ടിലിരുന്ന് പ്രതിഷേധിച്ചുകൊണ്ടാണോ നമ്മളിതൊക്കെ നേടിയത്? നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എത്രയോ കാര്യങ്ങൾ നമ്മൾ വീട്ടിലിരുന്ന് പ്രതിഷേധിച്ചുകൊണ്ടാണോ? നമ്മൾ പുറത്തിറങ്ങി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടല്ലേ ഓരോ കാര്യങ്ങളും നേടിയെടുത്തത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ഇൻഫ്ലുവൻസർ അല്ലേ, അപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ഇങ്ങനെ പറയാമോ? ഒരു സമൂഹത്തിന് ഇത്രയും മില്യൺ വ്യൂസൊക്കെ ഉള്ള ഒരാളാണ്, അപ്പോൾ ഇത്തരം പ്രയോഗങ്ങൾ നടത്തുന്ന ഒരാൾ എങ്ങനെയാണ് ഇത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു ഉപദേശം എന്തായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ്? പക്ഷെ അതിൽ പേർലി മാണി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് എൻ്റെ അഭിപ്രായമാണ് ഞാൻ രേഖപ്പെടുത്തുന്നതെന്നാണ്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ നിന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ പേർലിയുടെ അഭിപ്രായമാണ്. പേർലിക്കും അവകാശമുണ്ട് അഭിപ്രായങ്ങൾ പറയാനായിട്ട്, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഇതിൽ സിബി മലയിലിൻ്റെ മകൻ ഇതിനെ വിമർശിച്ചുകൊണ്ട് ഒരു കമൻറ്റും ശേഷം പോസ്റ്റും ഇട്ടിരുന്നു. അതിനുശേഷം സിബി മലയിലിൻ്റെ മകനെ പേർലി മാണി വിശേഷിപ്പിച്ചത് ഫെയിൽഡ് സംവിധായകൻ, പരാജയപ്പെട്ട സംവിധായകൻ എന്നൊക്കെയാണ്. അതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകനെയാണോ, ജോയി സിബി മലയിലിനെ തന്നെയാണോ എന്നറിയില്ല. സിബി മലയിലിനെ ആണെന്ന് എനിക്ക് തോന്നുന്നു ഫെയിൽഡ് ഡയറക്ടർ എന്നിങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ സിനിമാക്കാരൻ, പരാജയപ്പെട്ട സിനിമാക്കാരൻ എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഇതാരെ പറയുന്നത് പരാജയപ്പെട്ട സിനിമാക്കാരൻ എന്ന്? സിബി മലയിലിനെ ഫെയിൽഡ് ഡയറക്ടർ എന്ന് ആരെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് വ്യക്തമല്ല. എന്നിരുന്നാൽ കൂടിയും സിബി മലയിലിനെ ആയിരിക്കും മേ ബി പേർലി ഇത്തരത്തിലുള്ള ഈ പ്രതികരണം വരുന്നത്. ഇപ്പോൾ എന്താ, ജോയി സിബി മലയിൽ ഇവരെ പ്രതികരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. നിങ്ങൾ ഇത്രയും വലിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ലേ, അപ്പോൾ നിങ്ങൾ പറയുന്ന മറുപടി കേൾക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉപദേശങ്ങൾ, നിങ്ങളുടെ മെസ്സേജുകൾ കേൾക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരോട് കാണിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് അറിയാമല്ലോ. പോലീസ് വലിയ നരനായിട്ടാണ് വിദ്യാർത്ഥികളോട് നടത്തുന്നത്, മെഡിക്കൽ പരീക്ഷ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ജോയി സിബി മലയിൽ പറയുന്നത്. പക്ഷേ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, പേർലി മാണി വിചാരിച്ചത് സിബി മലയിലാണത് പറഞ്ഞതെന്നാണ്, സിബി മലയിൽ ഡയറക്ടറാണത് പറഞ്ഞതെന്നാണ്. അപ്പോൾ അതിനാലായിരിക്കും അവരങ്ങനെ പ്രതികരിച്ചത്. എന്താ, പരാജയപ്പെട്ട ഒരു എഴുത്തുകാരൻ എന്നെ വിമർശിച്ചുകൊണ്ട് 7 സ്ലൈഡുള്ള ഒരു ഇൻസ്റ്റാ പോസ്റ്റ് ഇട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വലിയ പ്രതികരണം നടത്തിയിരുന്നു. ഇതാരെയാണ് നിങ്ങൾ പരാജയപ്പെട്ട സംവിധായകൻ അല്ലെങ്കിൽ സിനിമാക്കാരൻ എന്ന് വിളിക്കുന്നത്? അദ്ദേഹം എഴുതിയ സിനിമകൾ, അല്ലെങ്കിൽ അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത സിനിമകൾ എന്ന് പറയുന്നത് അത്രയും ലെജൻഡ്, ഇപ്പം മോഹൻലാലും മമ്മൂട്ടിയെയും അത്രയും ആ ഒരു ലെവലിലെത്തിച്ച, അത്രയും ഭംഗിയായ സിനിമകൾ എത്തിച്ച ഒരു സംവിധായകനാണ്. ഇപ്പോൾ കിരീടമായാലും നമ്മൾ ദശരഥമായാലും അങ്ങനെ ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിൻ്റെതായ, സിബി മലയിൽ ഇപ്പോൾ സമ്മറിൻ ബത്ലേഹം, ദേവദൂതനൊക്കെ എടുത്ത സിനിമ അദ്ദേഹം എടുത്ത സിനിമയാണ്. ഇപ്പോൾ ഈയിടയ്ക്ക് വരെ റിലീസ് ചെയ്ത സിനിമയാണ്. എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നമുക്ക് കാണാൻ പറ്റുന്നത്? ഇപ്പോൾ ഇത്രയും വലിയൊരു ഡയറക്ടറാണ് അപമാനിച്ചിരിക്കുന്നത്, അതും പരാജയപ്പെട്ട സിനിമാക്കാരനെന്നാണ്. തനിയാവർത്തനം എന്ന് പറയുന്നൊരു സിനിമയുണ്ട് അദ്ദേഹത്തിൻ്റെ, മമ്മൂട്ടിയുടെ. അപ്പോൾ സമൂഹം ഒരു ഭ്രാന്തനാക്കുന്ന ബാലൻ മാഷിനെയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കിരീടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഗുണ്ടകളും ഒരു ഗുണ്ടാ നേതാക്കളും ആളുകളും എല്ലാം കൂടെ ആ ഒരു ചെറുപ്പക്കാരനെ, അല്ലെങ്കിൽ സേതുമാധവൻ എന്ന ചെറുപ്പക്കാരനെ അവിടെ കള്ളനാക്കുകയാണ്, അല്ലെങ്കിൽ അവനെ ഒരു വലിയ ഗുണ്ടയാക്കി തീർക്കുന്നതാണ്. അപ്പം സമൂഹം ഇവിടെ പേർലി മാണി പറയാൻ മടിക്കുന്ന നിലപാടുകൾ സിബി മലയിൽ തൻ്റെ സിനിമകളിലൂടെ അന്നേ പറഞ്ഞു വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ വരുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത്രയും വലിയൊരു സംവിധായകനെ, അല്ലെങ്കിൽ തൻ്റെ സിനിമകളിലൂടെ തന്നെ ഒരുപാട് നിലപാടുകൾ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു സംവിധായകനെ, ഇത്രയും വലിയൊരു ഡയറക്ടറാണ്. ഇന്നിപ്പോൾ അദ്ദേഹം സിനിമ ഇൻഡസ്ട്രിയിൽ
സിനിമകൾ ചെയ്യുന്നില്ല, പക്ഷേ അദ്ദേഹം ലെജൻഡ് തന്നെയാണ്. ഇപ്പോൾ മോഹൻലാലിനും മമ്മൂട്ടിക്കും എത്ര നാഷണൽ അവാർഡാണ് അദ്ദേഹം കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ചെന്ന ഇപ്പോൾ പേർളി മാണി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ 4-5 ഇൻ്റർവ്യൂ എടുക്കുന്നതല്ലാതെ എന്താണ് ഇവർക്ക് ഈ സിബി മലയിലിനെ കുറിച്ച് അഭിപ്രായം പറയാൻ? നമുക്ക് തട്ട് വെച്ച് നോക്കുമ്പോൾ ഒന്ന് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ സിബി മലയിലിൻ്റെയും പേർളി മാണിയുടെയും തട്ട് തന്നെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എങ്ങനെയാണ് അത് കുറച്ച് തട്ട് താന്ന് തന്നെ ഇരിക്കും സിബി മലയിലിൻ്റെ, അതിനൊരു സംശയമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പുലർത്തേണ്ട ധാർമ്മികത എന്താണ്? അതെ, ഒരു രാജ്യത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയം, അതും പ്രധാനമായും രാജ്യം ചർച്ച ചെയ്യുന്ന, രാജ്യം എന്ന് പറയാൻ പറ്റില്ല, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന ഈ വിഷയങ്ങളിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പ്രതികരിക്കേണ്ട രീതി തെറ്റായി പോയില്ലേ? അതായത് പേർളി മാണി പ്രതികരിച്ച രീതി തെറ്റായി? ഉറപ്പായിട്ടും ഇങ്ങനെയല്ല. ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അതില് പേർളിയുടെ ഫോളോവേഴ്സ്, ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് പരിശോധിക്കുവാണെങ്കിൽ 5.7 മില്യൺ ഉണ്ടായിരുന്നത് ഈ പ്രതികരണത്തിന് ശേഷമൊക്കെ തന്നെയും അത് 2 ലക്ഷം പേരായിട്ട് കുറഞ്ഞു. അതായത് 5.5 മില്യൺ ആയി മാറി. ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് പ്രധാനമായിട്ടും സിബി മലയിലിനെ പോലെ ഒരു ഡയറക്ടറെ പറയുമ്പോൾ, ഡയറക്ടറെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ മലയാളിക്ക് അത്രയും നോവുന്നൊരു കാര്യമാണ്. കാരണം അദ്ദേഹം എടുത്തിരിക്കുന്ന സിനിമകളെന്ന് പറയുന്നത് അത്രയും നമ്മളെ അത്രയും നമ്മളുടെ നൊസ്റ്റാലജിക് ഫീലിലേക്കും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന സിനിമകളാണ്. ആ ലെജൻഡ് സിനിമകളാണ്. ഇപ്പം നമ്മളിപ്പോൾ കാണുന്ന മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും സുരേഷ് ഗോപിയുടെയൊക്കെ ലെജൻഡ് ആ ഒരു ഓറ ഉണ്ടല്ലോ, ഓറ. അപ്പോൾ ആ ഓറ നിലനിർത്തിക്കൊണ്ട് എടുത്ത സിനിമകളാണ് അതൊക്കെ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പരാജയപ്പെട്ടവൻ എന്നാണ്, പരാജയപ്പെട്ട സിനിമാക്കാരന എന്നാണ് ഇവിടെ പേർളി മാണി പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളാണ് അവിടെ സിനിമകളിൽ പരാജയപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് നമുക്ക് നോക്കുകയാണെങ്കിൽ കിരീടമായാലും തനിയാവർത്തനമായാലും ഒരുപാട് കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങളാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. ഒരിക്കലും സിബി മലയിൽ എന്ന ഡയറക്ടറെ ഒരിക്കലും പരാജയപ്പെട്ട സിനിമാക്കാരനെന്ന് വിളിക്കരുത്. അദ്ദേഹം ഒരു ലെജൻഡ് തന്നെയാണ്. എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് സംശയമുള്ളത്, എന്നടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ ഈ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സിനെ ഫോളോ ചെയ്യേണ്ടതെന്നത്? അവർ പറയുന്ന രാഷ്ട്രീയം വെച്ചിട്ടാണോ, അവരുടെ മറ്റ് ഉള്ളടക്കങ്ങൾ വെച്ചിട്ടാണോ? ഇതിലൊക്കെ തന്നെയും ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് എന്ന് പോലും കണക്കിലെടുക്കാതെ ഏതൊരു വിഷയത്തിന്മേലും വായിൽ തോന്നിയ മറുപടി, അതിൽ പേർളി മാണിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ChatGPT നൽകിയിട്ടുള്ള മറുപടിയാണ് എന്നൊക്കെയാണ് വിമർശനമായി വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ പ്രതികരിച്ച രീതി തെറ്റായിപ്പോയി എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കാനായിട്ട് സാധിക്കും. അത് അവരവിടെ ഡിലീറ്റ് തന്നെ ചെയ്തു. എന്താന്ന് വെച്ചാൽ ഇവിടെ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ജോയി സിബി മലയിലിനെതിരെ ഇവിടെ അദ്ദേഹം ഈ പരാജയപ്പെട്ട എഴുത്തുകാരൻ എന്ന് പറയുന്നത് ആ മെസ്സേജ് അല്ലെങ്കിൽ ആ സ്റ്റോറി അവർ ഡിലീറ്റ് തന്നെ ചെയ്തു. കാരണം അവർക്കറിയാതെ അവർക്ക് പണി കിട്ടും എന്നുള്ളത്. സിബി മലയിൽ ആരാന്ന് അവർക്കറിയില്ല. ഒന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ കാണണം, അദ്ദേഹത്തിന്റെ സിനിമകൾ പേർളി മാണി കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും ഇനിയെങ്കിലും പ്രതികരിക്കുമ്പോൾ ഒരിക്കൽ കൂടി ഒന്ന് ചിന്തിച്ച് പെരുമാറണം. എത്രയും ലെജൻസ് ആണ്, മലയാളത്തിലെ ഒരു ലെജൻഡ് ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരാളെയൊക്കെ നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് വലിച്ചഴയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെതായൊരു ബഹുമാനം കൊടുത്ത് സംസാരിക്കണമെന്നാണ് എനിക്ക് പറയാറുള്ളത്.